ഹലോ പി എസ് സി ആസ്പിരൻസ്, വെൽക്കം ടു ന്യൂ വീഡിയോ. പി എസ് സി പരീക്ഷയിൽ ഗണിതത്തിൽ ചോദിച്ചു വരുന്ന ഒരു പ്രശ്നമാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ചോദ്യം എന്താണെന്ന് നോക്കിയാലോ. 40 മീറ്റർ നീളവും 30 മീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവിനോട് തുല്യമായാൽ ആ സമചതുരത്തിൻ്റെ വശം എത്രയായിരിക്കും? ചതുരത്തിൻ്റെ ചുറ്റളവ് സമചതുരത്തിൻ്റെ ചുറ്റളവിന് തുല്യമാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സമചതുരത്തിൻ്റെ ഒരു വശമാണ്. എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നോക്കാം. ചോദ്യത്തിൽ നമുക്ക് ചതുരത്തിൻ്റെ നീളവും വീതിയും നൽകിയിട്ടുണ്ട്. അതായത് നീളം ഈസ് ഈക്വൽ ടു 40 മീറ്റർ, വീതി ഈസ് ഈക്വൽ ടു 30 മീറ്റർ. കൂടാതെ ചതുരത്തിൻ്റെ ചുറ്റളവിനോട് തുല്യമാണ് സമചതുരത്തിൻ്റെ ചുറ്റളവ്. അതായത് ചതുരത്തിൻ്റെ ചുറ്റളവ് ഈസ് ഈക്വൽ ടു സമചതുരത്തിൻ്റെ ചുറ്റളവ്. നമുക്ക് ഇനി ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ചതുരത്തിൻ്റെ ചുറ്റളവ് 2 × L+B ആണ്. അതായത് സമചതുരത്തിൻ്റെ ചുറ്റളവ് 4a. അതായത് 2 × L+B ഈസ് ഈക്വൽ ടു 4a. ഇനി വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 × 40 + 30 ഈസ് ഈക്വൽ ടു 4a എന്ന് ലഭിക്കും. അതായത് 2 × 70 ഈസ് ഈക്വൽ ടു 4a. അതായത് 140 ഈസ് ഈക്വൽ ടു 4a. അതിൽ നിന്ന് നമുക്ക് a ഈസ് ഈക്വൽ ടു 140/4 എന്ന് ലഭിക്കും. അതായത് 35 മീറ്റർ എന്ന് ലഭിക്കും. അതായത് സമചതുരത്തിൻ്റെ വശം എന്ന് പറയുന്നത് 35 മീറ്റർ ആണ്. താങ്ക് യു.